ഹരിയാന സർക്കാർ ദീനബന്ധു ചോട്ടൂറാം സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായി രണ്ടാം വട്ടവും സേവനമനുഷ്ഠിക്കുന്ന പ്രൊഫസർ ഡോക്ടർ രാജേന്ദ്രകുമാർ ആനായത്ത് പാലക്കാട് ചിറ്റൂർ സ്വദേശിയാണ്. പ്രിന്റ് ആൻഡ് മീഡിയ ടെക്നോളജി രംഗത്ത് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഇദ്ദേഹത്തിന് ഒട്ടനവധി അവാർഡുകളും പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ആക്കഡമിക്, റിസർച്ച്, അഡ്മിനിസ്ട്രേഷൻ എന്നിവയിലെ സമാനതകളില്ലാത്ത സംഭാവനകൾ പരിഗണിച്ച് ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തിന് 2020 ഫെബ്രുവരി 22 ഓണററി കേണൽ പദവി നൽകി. ആഗോള ഗ്രാഫിക് ആർട്സ് വ്യവസായത്തിനുള്ള സംഭാവനകളെ അടിസ്ഥാനമാക്കി പ്രിന്റിംഗ് ഇൻഡസ്ട്രീസ് ഓഫ് അമേരിക്ക ഗ്ലോബൽ ആക്കഡമിക് എക്സലൻസ് അവാർഡും യുകെയിലെ ഡയേഴ്സ് ആൻഡ് കളറിസ്റ്റ് സൊസൈറ്റി സിൽവർ മെഡലും നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അനലിറ്റിക്കൽ സയന്റിസ്റ്റ് അദ്ദേഹത്തിന് 2015 ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് സമ്മാനിച്ചു. പ്രിന്റ് എക്സലൻസ് അവാർഡ്, സമ്മാൻ അവാർഡ് എന്നിവ നൽകി ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഓഫ് മാസ്റ്റർ പ്രിന്റേഴ്സ് അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ ഇതം പ്രഥമമായി നടത്തുന്ന അച്ചടി സംരക്ഷണ വാരാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ബഹുമാന്യനായ പ്രൊഫസർ ഡോക്ടർ രാജേന്ദ്രകുമാർ ആനായത്തിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആദ്യമായി എല്ലാവർക്കും 64ാമത് കേരള പിറവി ദിനത്തിന്റെ ആശംസകൾ. കേരളം എന്ന സംസ്ഥാനം ഇന്നത്തെ രൂപത്തിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് 64 വർഷം ആയി. ആ ഒരു സന്തോഷം കൂടെ ഉണ്ട്. ഇന്നത്തെ ദിവസം തന്നെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ നേതൃത്വം കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ എടുത്തു എന്നുള്ളത് അതിലും വലിയ സന്തോഷം. ഈ പ്രോഗ്രാമിന് നമ്മുടെ കൂടെ ആദ്യമായി ഫോറം ഓഫ് ഏഷ്യ പസഫിക് ഗ്രാഫിക് ആർട്സ് സെക്രട്ടറി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഭിവന്ദ്യ ശ്രീമാൻ ആർ സുരേഷ് അവർകൾ. അദ്ദേഹം നമുക്കൊക്കെ ഒരു അത്ഭുതമാണ്. കാരണം ഞാൻ പഠിക്കുന്ന കാലം മുതലേ അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസ് കാണാറുള്ളതാണ്. ഞങ്ങൾ നമ്മുടെ കോളേജ് ഭാഷയിൽ അന്ന് അദ്ദേഹത്തിന് നിത്യഹരിത നായകൻ പ്രേം നസീറിനോടാണ് കമ്പയർ ചെയ്യാറ്. കാരണം അന്നും ഇന്നും അദ്ദേഹം ഒരുപോലെ ഇരിക്കണം എല്ലാ ആക്ടിവിറ്റിയിലും. അങ്ങനെ ഇനിയും തുടർന്നു പോവാൻ ഭാഗ്യം ഉണ്ടാവട്ടെ, അനുഗ്രഹം ഉണ്ടാവട്ടെ. വർഷങ്ങളിൽ ഞാൻ കുറേ ഡെക്കേഡ്സിന്റെ പരിചയം വെച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിന് തന്നെ നമുക്ക് ഈ അസോസിയേഷന്റെ അഡ്വൈസറായി കിട്ടി എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ നമ്മുടെ KMPA പ്രസിഡന്റ് ശ്രീമാൻ മൻമോഹൻ ഷേനായ് അവർകളെ എനിക്ക് കാണാം. അദ്ദേഹത്തിനും എൻ്റെ ആദരപൂർവം നമസ്കാരം. പിന്നെ നമ്മുടെ മുഖ്യ ഉപദേഷ്ടാവ് ഇതിൻ്റെ അഗസ്റ്റ്യൻ ചേട്ടൻ, എല്ലാവരുടെയും ചേട്ടനാണ് അദ്ദേഹം. ഇന്ന് കുറച്ച് മുമ്പ് അദ്ദേഹത്തിനോട് സംസാരിക്കാൻ പറ്റി. ഇപ്പോൾ എനിക്ക് നിറയെ സ്ക്രീനായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല എവിടെയെന്ന്. പക്ഷെ അദ്ദേഹത്തിനും എൻ്റെ നന്ദി. പിന്നെ സംസ്ഥാന സെക്രട്ടറി EV രാജൻ അവർകൾ, പിന്നെ ഇതിൻ്റെ ആക്റ്റീവായിട്ട് എല്ലാത്തിൻ്റെയും പിന്നിലുള്ള ബ്രെയിൻ ആയിട്ടുള്ള ഹസൈനാർക്ക എന്ന് വിളിക്കുന്ന PM ഹസൈനാർജി, അദ്ദേഹത്തിനും, പിന്നെ നമ്മുടെ സംസ്ഥാന ട്രഷറർ അശോക് കുമാർജി, അദ്ദേഹത്തിനും എൻ്റെ ആദരപൂർവം എല്ലാ നന്ദി. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ചേരാൻ പോകുന്ന ഏറ്റവും പുതിയ പ്രസിഡന്റ്, ഇന്നലെ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു, നമ്മുടെ കമൽ ചോപ്രാജി. അപ്പോൾ അദ്ദേഹം കുറച്ച് കഴിഞ്ഞ് ചേരുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിനും എൻ്റെ ആദരപൂർവ്വം നമസ്കാരം. പിന്നെ ശ്രീമാൻ ബിജു, ഒരുപാട് ആളുകളെ എനിക്ക് കാണാം ഇവിടെ. അപ്പോൾ എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞാൽ അരമണിക്കൂർ അതിൽ പോവും. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യുന്നില്ല. എല്ലാവർക്കും വളരെ നന്ദി, സന്തോഷം. ഇതിൽ ഇങ്ങനെ ഒരു വാരം നമുക്ക് ആഘോഷിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞതിന് വലിയൊരു സങ്കടകരമായ അവസ്ഥയാണ്. കാരണം കേരളത്തിനെ കേരളമാക്കിയത് അച്ചടിയാണ്. കേരളത്തിനെ മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യത്തിനെ, ഈ ലോകത്തിനെയും മാറ്റിമറിച്ച ഏക ടെക്നോളജി എന്താണ് എന്ന് ചോദിച്ചാൽ അത് അച്ചടി മാത്രമാണ്. പല സന്ദർഭങ്ങളിലും അങ്ങനെ പറയാറുണ്ട്. ഈ കഴിഞ്ഞ മില്ലേനിയത്തിൽ, കഴിഞ്ഞ 1000 വർഷത്തിൽ, നമ്മൾ 21ാം നൂറ്റാണ്ടിലേക്ക് വരുന്നതിന് മുൻപേ
അവര് ശാസ്ത്രജ്ഞന്മാരും അവരും ഇവരും എല്ലാം ഒന്നിച്ചിരുന്ന ഒരു സ്റ്റഡി നടത്തിയിട്ട് തീരുമാനിച്ചു, ലോകത്തിന് ഏറ്റവും കോൺട്രിബ്യൂഷൻ നടത്തിയ ആളുകളെ തിരഞ്ഞെടുത്ത് നമുക്ക് അവാർഡ് കൊടുക്കണം. അപ്പോൾ വളരെ കോമ്പറ്റീഷൻ വന്നു ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെയും ന്യൂട്ടന്റെയും എല്ലാവരുടെയും ഇടയിൽ, മൈക്കൽ ഫാരഡെ, എല്ലാ സയന്റിസ്റ്റിന്റെയും ഇടയിൽ. അത് വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് നമ്മുടെ ഗുട്ടൻബർഗിനെ കുറിച്ച് ആളുകൾ പറയാൻ തുടങ്ങി. ആ സമയത്ത് ഈ ബോർഡിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് അതുപോലെ ഒരു ഫീലിംഗ് വന്നു, ശ്രീമാൻ ഗുട്ടൻബർഗ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് കാണുന്ന ഈ ലോകം ഉണ്ടാവുമായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് മാൻ ഓഫ് ദ മെലിനിയം എന്ന് പറഞ്ഞൊരു അവാർഡ് കൊടുത്തു. അപ്പോൾ ഈ സയന്റിസ്റ്റിനെയൊക്കെ ഓവർടേക്ക് ചെയ്ത് ഏറ്റവും വലിയ അവാർഡ് കിട്ടിയത് ശ്രീമാൻ ഗുട്ടൻബർഗിനാണ്. അപ്പോൾ ഗുട്ടൻബർഗ് ആണ് നമ്മളെ എന്താ പറയുക, ഈ വിജ്ഞാനത്തിന്റെ മേഖലയിലേക്ക് ഈ ലോകത്തിനെ എത്തിച്ചത്. അതായത് സുഹൃത്തുക്കളെ, ലോകത്തില് ഒരേ ഒരു കമ്മോഡിറ്റി മാത്രമാണ് നമ്മൾ കൊടുക്കുമ്പോൾ ഡബിൾ ആവുള്ളൂ. അതായത് എന്ത് സാധനവും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഹാഫ് ആവും. അപ്പൊ എൻ്റെ കയ്യിൽ 2 ആപ്പിളും നിങ്ങളുടെ കയ്യിൽ ഒരു പഴം ബനാന ഉണ്ടെങ്കിൽ നമ്മൾ ഷെയർ ചെയ്ത് ഹാഫ് ആവും. പക്ഷെ ഒരു നോളേജ് നമ്മൾ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ ഡബിൾ ആവും. വേറെ ഒരു സാധനവും ഡബിൾ ആവില്ല. അപ്പൊ അതുകൊണ്ട് ഈ പ്രിന്റിങ്, അച്ചടി, പുസ്തകങ്ങൾ, ഇത് ചെയ്ത ഒരു വിപ്ലവം ലോകത്തിൽ ഒരു ടെക്നോളജിക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ നമുക്ക് അവിടുന്ന് വേണം തുടങ്ങാൻ. അപ്പൊ സാധാരണ നമ്മൾ ഗുട്ടൻബർഗിനെ ഓർമ്മിക്കാറുള്ളൂ എങ്കിലും നമ്മൾ ചരിത്രത്തിന്റെ പുറകിലേക്ക് പോകുമ്പോൾ നമുക്ക് 990 AD ജനിച്ച ഒരു ബൈഷെങ് എന്ന് പറഞ്ഞ ഒരു ചൈനക്കാരൻ. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ മൂവബിൾ ടൈപ്സ് ഉണ്ടാക്കിയത്. ക്ലേ ഉപയോഗിച്ചിട്ടുള്ള ടൈപ്പ് ആദ്യം ഉണ്ടാക്കിയത്. അദ്ദേഹം 1051 മരിച്ചു. പക്ഷേ ആദ്യമായിട്ട് പ്രിന്റിംഗ് എന്നുള്ള ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തത് ബൈഷെങ് എന്ന് പറഞ്ഞ ഒരാളാണ്. ഇദ്ദേഹം അതിലേറ്റവും നമുക്ക് ഇന്ത്യക്കാർക്ക് എന്തുകൊണ്ട് അതിൽ അഭിമാനിക്കാം എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം ആദ്യമായിട്ട് പ്രിന്റ് ചെയ്ത പുസ്തകം നമ്മുടെ ഒരു ഇന്ത്യൻ പുസ്തകമാണ്. അതിന്റെ പേര് ഡയമണ്ട് സൂത്ര എന്ന് പറയും. വജ്രസൂത്രം എന്ന് പറഞ്ഞ ഈ ബുദ്ധിസ്റ്റ് ഫിലോസഫിയുടെ ഒരു പുസ്തകമാണ് ആദ്യമായിട്ട് ഇയാൾ അടിച്ചത്. അപ്പൊ ആദ്യത്തെ അച്ചടിക്കും നമ്മുടെ ഇന്ത്യയായിട്ട് ഒരു ബന്ധമുണ്ട്, കണക്ഷൻ ഉണ്ട്. അത് ഈ പുസ്തകമായിരുന്നു. അത് കഴിഞ്ഞ് ആൾമോസ്റ്റ് 400 വർഷം വേണ്ടി വന്നു ഈ ടെക്നോളജി. അറബ്സ് ട്രേഡേഴ്സ് ആയതുകൊണ്ട് ഈ യൂറോപ്പ്, ഇന്ത്യ പോലത്തെ രാജ്യങ്ങളെ കണക്ട് ചെയ്യാൻ അവരാണ് ചെയ്തിരുന്നത്. അപ്പൊ ഇവരുടെ യാത്രയുടെ ഇടയിൽ ചൈനയിൽ നിന്ന് ഈ ടെക്നോളജി എടുത്ത് അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ യൂറോപ്പ് കൊണ്ടുപോയ സമയത്താണ് ഒരു സെമിനാരിയിൽ ജോലി ഉണ്ടായിരുന്ന ശ്രീമാൻ ഗുട്ടൻബർഗ്, അദ്ദേഹം ഒരു സെമിനാരിയിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും ബൈ ബർത്ത് അദ്ദേഹം ഒരു ബ്ലാക്ക് സ്മിത്ത് ആയിരുന്നു. ഈ നമ്മളെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞ കൊല്ലന്റെ കരുവാന്റെ പണി ചെയ്യുന്ന ജോലി. അദ്ദേഹം ഈ തൻ്റെ മെറ്റലർജിയുടെ അറിവും കാര്യങ്ങളും വെച്ച് ആദ്യമായിട്ട് ഇതിനെ ശരിക്കും മെക്കനൈസ് ചെയ്ത് പെർഫെക്റ്റ് ചെയ്യും. അങ്ങനെ ആ പെർഫെക്റ്റ് ചെയ്തിട്ടാണ് ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് ആ കാലഘട്ടത്തിൽ ഈ 1400 ആ വർഷങ്ങളിൽ ഇപ്പോഴും കുറച്ച് തർക്കങ്ങളുണ്ട്. എങ്കിലും ഈ 1440 ശേഷം ആണ് അതിനെ കറക്റ്റായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ഒരു വലിയ വിപ്ലവമായിട്ട് മാറി. അപ്പൊ ആ ഒരു വിപ്ലവത്തിലാണ് ലോകം ശരിക്കും മാറി മറിഞ്ഞത്. അപ്പോൾ അവിടുന്നാണ് അച്ചടിയുടെ തുടക്കം. പിന്നെ നമ്മൾ തിരിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിന് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പങ്കുണ്ട് അച്ചടിയിൽ. നമ്മൾ ഇന്ത്യയിലെ ആദ്യത്തെ പ്രസ് ഗോവയിലാണ് ആദ്യത്തെ പ്രസ് വെച്ചിട്ടുള്ളത്. നമുക്കറിയാം 1556 ആണ് ഗോവയിൽ ആദ്യത്തെ മിഷണറിമാരുടെ പ്രസ് വെച്ചിട്ടുള്ളത്. പക്ഷെ ആ പ്രസ് വെച്ച് അധിക കാലഘട്ടം കഴിയാതെ അത് റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 1576-77 കാലഘട്ടത്തിൽ, ആലോചിച്ച് നോക്കൂ, 1576-77 കാലഘട്ടത്തിൽ നമ്മുടെ കൊല്ലംകാർ ഇതിലുണ്ടെങ്കിൽ അഭിമാനിക്കാം. ആദ്യത്തെ പ്രസ് സത്യം പറഞ്ഞ വന്നിട്ടുള്ളത് കൊല്ലത്താണ്. അത് ഒക്ടോബർ 20 ആണെന്നാണ് റെക്കോർഡിൽ പറയപ്പെടുന്നത്. തമ്പുരാൻ വണക്കം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ഡോക്ട്രീനാണ് ആദ്യം പ്രിന്റ് ചെയ്തിട്ടുള്ളത് അവിടെ ഒരു സാൻ സാൽവഡോർ കോളേജ് പിന്നെ തുടങ്ങി സെമിനാരി ഉണ്ട്. ആ സെമിനാരിയുടെ അണ്ടറിലുള്ള ഒരു പ്രസ്സിൽ തങ്കശ്ശേരിയിൽ വെച്ചാണ് ആദ്യത്തെ പ്രസ് പ്രിന്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാണ് ഈ ശരിക്ക് തരങ്കമ്പാടിയും മറ്റ് സ്ഥലങ്ങളും ഒക്കെ വരുന്നത്. അപ്പൊ കേരളത്തിന്റെ അച്ചടിയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയുടെ ചരിത്രമാണ്, മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല. ഈ
ഗോവൻ പ്രസ് വന്ന് 10-15 വർഷത്തിന്റെ ഉള്ളിൽ ഇവിടെ അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങി. പക്ഷെ പിന്നത്തെ ഒരു 3-4 വർഷത്തിന്റെ ഉള്ളിൽ ഈ പ്രസ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. പിന്നെ 1916-02 ഈ ജസൂട്ട് പാതിരിമാര് സിറിയൻ പ്രസ്, അത് നമുക്കറിയാം, അത് കൊണ്ടുവന്നു. പിന്നെ അത് കഴിഞ്ഞ് ബുക്കുകൾ പ്രിന്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ പതുക്കെ ഓരോ നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള CMS പ്രസ് വരെ വരുന്നു. CMS പ്രസ്സാണ് ശരിക്കും ഒരു ചേഞ്ച് വരുത്തുന്നത്. അങ്ങനെ വന്ന് കേരളത്തിലെ അച്ചടി വളരെയധികം പ്രോഗ്രസ് ചെയ്തു. പിന്നെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ഓഫ്സെറ്റ് ടെക്നോളജി ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് വരുന്നത് 1906-ലാണ്, 1906-ൽ. 1906-ൽ ഇറാ റൂബൽ എന്ന് പറഞ്ഞ ഒരാള്, അയാളാണ് ആദ്യമായിട്ട് ജർമ്മനിയിൽ ഈ ഒരു ഓഫ്സെറ്റ് മെഷീൻ, ഓഫ്സെറ്റ് പ്രിൻസിപ്പിൾ, 3 സിലിണ്ടർ വെച്ചുള്ള പ്രിന്റിങ് അന്നാണ് തുടങ്ങുന്നത്. അതിനു മുൻപ് നമ്മുടെ അലോയ് സെനിഫീൽഡറിന്റെ സെനിഫീൽഡർ പ്രസ് ലിത്തോഗ്രാഫി വന്നു. അങ്ങനെ ആ ലിത്തോഗ്രാഫി പ്രസ് നടക്കുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ലിത്തോഗ്രാഫിക് പ്രിന്റിംഗ് പ്രസ് സ്ഥാപിച്ച ആളും ഒരു മലയാളിയാണ്, കേരളീയനാണ്, മറ്റാരുമല്ല, രാജാ രവിവർമ്മ. രാജാ രവിവർമ്മയാണ് ആദ്യത്തെ ഒരു എന്താ പറയുക ലിത്തോഗ്രാഫി, ഓലിയോഗ്രാഫിക് പ്രിന്റിംഗ്. അത് അദ്ദേഹത്തിന്റെ പെയിന്റിങ്സ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോംബെയിലുള്ള ഒരു ഗോവർദ്ധൻ ദാസ്, ഘട്ടാവു മക്കൻജി എന്ന് പറഞ്ഞ ഒരാളായിട്ട് ടൈപ്പ് ചെയ്ത്, അയാളൊരു ബിസിനസ്സുകാരനാണ്, ഗോവർദ്ധൻ ദാസ്. അയാളോട് ടൈപ്പ് ചെയ്ത് ബോംബെയിൽ ഒരു പ്രസ് സ്റ്റാർട്ട് ചെയ്തു. ആ പ്രസ് അത് ബേസിക്കലി ഓലിയോഗ്രാഫി പ്രിന്റിംഗ് പ്രസ്, നമ്മുടെ ഇപ്പോഴത്തെ ലിത്തോഗ്രാഫി എന്ന് പറഞ്ഞ അതേ പ്രോസസ്സിൽ നമുക്ക് ഓഫ്സെറ്റ് പ്രിന്റിംഗ് എന്ന് വേണേൽ പറയാം. സെയിം പ്ലെയിൻ എന്ന് പ്രിന്റ് ചെയ്യുന്ന പ്രസ്, അത് ഏറ്റവും നല്ല രീതിയിൽ അവിടെ പ്രിന്റ് ചെയ്തു. പിന്നീട് ആ പ്രസ് പൂനെയിലേക്ക് മൂവ് ചെയ്യലും, പിന്നെ ഇന്ത്യയിൽ ആദ്യത്തെ ഓഫ്സെറ്റ് മെഷീൻ വന്നപ്പോൾ, ഇദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമായിരുന്നു അത്, പൂനെയിൽ ഒരു ഓഫ്സെറ്റ് പ്രസ് വരികയും ചെയ്തു, ഷീറ്റ് ഫെഡ്. അപ്പോൾ ഇന്ത്യയുടെ പ്രിന്റിംഗ് ചരിത്രത്തിൽ നമ്മൾ കേരളക്കാരുടെ, മലയാളിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇന്നത്തെ ഒരു 450 വർഷത്തെ ചരിത്രമാണ്. അത് ഒരു ദിവസത്തെ ചരിത്രമല്ല. അപ്പൊ ആ ചരിത്രത്തിനെ നമുക്ക് ഒരു ദിവസം കൊണ്ട് എഴുതി തള്ളാൻ പറ്റില്ല. ഇതാണ് ആദ്യത്തെ പോയിന്റ്. ഞാൻ ഹിസ്റ്ററി പറഞ്ഞ് നമ്മളെ അതിൽ സന്തോഷിപ്പിച്ച് ഇരിക്കാനുള്ള ആ ശ്രമത്തിലല്ല. നമുക്ക് ഹിസ്റ്ററി അറിയുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ അച്ഛനെയും അമ്മയും അറിയുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ ഫാദറിനെയും മദറിനെയും അറിയാനുള്ള, അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദറിനെ അറിയാനുള്ള അവകാശമുണ്ട്. അതേപോലെ അറിയാനുള്ള, അത് നമുക്ക് നമ്മുടെ പെഡിഗിരിയെ പറ്റി നമുക്ക് നല്ലൊരു ബോധം കിട്ടും. ആ ബോധം ചിലപ്പോൾ നമ്മളെ നന്നായിട്ട് വീണ്ടും വർക്ക് ചെയ്യാനായിട്ട് ഉള്ള സാഹചര്യങ്ങൾ കിട്ടും. അപ്പൊ എന്തുകൊണ്ട് നമ്മളിത് ഓർക്കുന്നു, എന്തുകൊണ്ട് ഇന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ, ഇന്ന് അച്ചടി മേഖല വളരെ വളരെ കഷ്ടപ്പെട്ട ഒരു ചുറ്റുപാടിൽ പോയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, ഈ പ്രധാനമായിട്ടും ഇപ്പൊ ഒരു 2 മാസം മുമ്പ് കേന്ദ്ര ഗവൺമെന്റ് ഇറക്കിയ ആ ഒരു ഓർഡർ, അതൊരു ഡെമോക്ലിസ് സോഡ് മാതിരിയാണ്. ഓരോ പ്രിന്ററുടെ കഴുത്തിന്റെ മുകളിൽ ഒരു വാള് വെച്ച പോലെ ഈ സാധനം. കാരണം അത് വീണ് കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തീരും. അപ്പൊ ഈ ഓർഡർ എന്ന് പറഞ്ഞാൽ അവര് പെട്ടെന്ന് പറഞ്ഞു എല്ലാ പ്രിന്റിങ്ങും അച്ചടി, കമേഴ്ഷ്യൽ പ്രിന്റിങ്ങുകൾ, ഡയറി, കലണ്ടേഴ്സ്, എല്ലാ സാധനങ്ങളും അച്ചടി നിർത്താൻ പറഞ്ഞു. അപ്പൊ ഞാനൊക്കെ അതിലൊരു വിക്ടിമാണ്. കാരണം എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ 10 ചില്ലാനം കോളേജസ് അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്, ലക്ഷക്കണക്കിന് സ്റ്റുഡൻസ് ഉണ്ട്. ഞങ്ങളും കുറെ ഡയറി, കലണ്ടറൊക്കെ പ്രിന്റ് ചെയ്യാറുള്ളതാണ്. ഈ വർഷം അതൊന്നും കിട്ടിയില്ല. അതായത് ഏകദേശം ഒരു 2 കോടി രൂപയോളം അച്ചടി ആവശ്യത്തിനായിട്ട് തരാറുണ്ട്. ബ്രോഷറുകൾ, സബ്ജക്റ്റുകളെ പറ്റിയുള്ള കാര്യങ്ങൾ, ഡിപ്പാർട്ട്മെന്റൽ ബ്രോഷറുകൾ, പിന്നെ 2-3 ടൈപ്പിലുള്ള ഡയറീസ്, കലണ്ടർ. ഇപ്പോൾ ഈ വർഷം ആ ബഡ്ജറ്റ് ഫുൾ കട്ട് ചെയ്തിട്ട് പറഞ്ഞു നിങ്ങൾ ഡിജിറ്റലായിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഈ സാഹചര്യത്തിൽ കടന്നു പോകണം. അപ്പൊ എന്നെ പോലുള്ള ഒരു ചെറിയൊരു കസ്റ്റമർ, അച്ചടിക്ക് സഹായിക്കുന്ന കസ്റ്റമർക്ക് ഇതാണ് അനുഭവമെങ്കിൽ, ഈ അച്ചടി ഒരു മെയിൻ സോഴ്സ് ആയിട്ട് ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ ഈ സമയത്ത് ആണ് എനിക്കൊരു ഈ ജർമ്മൻ VDMA ഒരു ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൽ വിളിച്ചിരുന്നു. ഒരു സ്പെഷ്യൽ ഗസ്റ്റായി വിളിച്ച് സംസാരിക്കാൻ വേണ്ടി വിളിച്ചിരുന്നു. അപ്പൊ ആ വിളിച്ച സമയത്ത് അതിനു വേണ്ടി കുറച്ച് കാര്യങ്ങൾ കളക്ട് ചെയ്തിരുന്നു. അപ്പൊ അന്ന് കളക്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ശരിക്കുള്ള ഡാറ്റ എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും എഫക്ട് ചെയ്തിട്ടുള്ള ആദ്യത്തെ പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ കമേഴ്ഷ്യൽ പ്രിന്റിങ്ങിൽ ഓൺ ആൻ ആവറേജ് 80 to 82% കുറവ് വന്നിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഒരു 3-4 മാസത്തെ
ആവറേജ് ഇന്ത്യയിലത്തെ കാര്യമാണ്. രണ്ടാമത് ഏറ്റവും എഫക്ട് ചെയ്ത ഫീൽഡ് നമ്മുടെ ഫോട്ടോ ആൽബം. അത് കേരളത്തിനെ ശരിക്കും ബാധിച്ചിട്ടുണ്ടാവും. കാരണം മാക്സിമം HP ഇൻഡിഗോ മെഷീൻസും ഡിജിറ്റൽ മെഷീൻസും ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിലാണ്. അപ്പൊ ഈ ഫോട്ടോ ആൽബം അതിനോടനുബന്ധമായിട്ടുള്ള ബിസിനസ് അതിനെ കൃത്യമായിട്ട് ബാധിച്ചിരിക്കാം. പിന്നെ മൂന്നാമത്തെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ ആൻഡ് മാഗസീൻസ്. അതിനെയാണ് പിന്നെ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. കാരണം അഡ്വർടൈസ്മെന്റ് റവന്യൂസ് കുറഞ്ഞു, നമ്പർ ഓഫ് കോപ്പീസ് അവർ കുറച്ചു, മറ്റ് ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട്. പിന്നെ നാലാമത്തത് ബുക്ക് പബ്ലിഷിംഗ്. ഇപ്പൊ ബുക്ക് പബ്ലിഷിംഗ് രണ്ടാമതും ഇങ്ങനെ എന്താ പറയുക പ്രോഗ്രസ് ചെയ്യാൻ തുടങ്ങിയെന്ന് പറയുന്നത് കേട്ടു. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ എടുത്തിട്ടില്ല. പക്ഷേ ഈ രീതിയിലാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. ഇനി എന്തുകൊണ്ട് നമ്മൾ അച്ചടിയെ നിലനിർത്തണം എന്നുള്ളതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. അതായത് നമ്മുടെ മനസ്സിൽ ആദ്യത്തെ ധാരണ, ഞാൻ റീസെന്റ് ആയിട്ട് കേരളത്തിൽ തന്നെ ആരോടോ സംസാരിക്കുന്ന ഇടയ്ക്ക് ഈ പേപ്പറിനെ പറ്റി സംസാരിച്ചപ്പോൾ അങ്ങേര് പറഞ്ഞു, നിങ്ങൾ ഈ അച്ചടിയെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, കാരണം പേപ്പർ വലിയൊരു എൻവറോൺമെന്റൽ ഡാമേജ് വരുത്തുന്ന സാധനമാണ്, അത് നമ്മുടെ പ്രകൃതി വിരുദ്ധതയാണ്, അതുകൊണ്ട് ചെയ്യരുത് എന്ന് പറഞ്ഞു. പക്ഷെ ഇതിൽ നമ്മൾ ഓരോരുത്തരും ഇത് കേട്ട് കാണും, എല്ലാവരും ചോദിക്കണം. അപ്പൊ ഇതിനുള്ള ഒരു ഉത്തരമായിരിക്കണം നമ്മുടെ ഇത് കഴിഞ്ഞാൽ കൊടുക്കേണ്ടത്. അതിൽ ആദ്യമായിട്ട് പറയാനുള്ളത്, അച്ചടിയിലെ പേപ്പർ കാരണം എൻവറോൺമെന്റിന് യാതൊരു പ്രശ്നവും വരുന്നില്ല എന്നുള്ളതാണ്. ഒന്നുമില്ല, ബാക്കി മുഴുവൻ പറഞ്ഞുണ്ടാക്കുന്നത്. അതായത് ഇന്ന് നമ്മൾ അച്ചടിക്കാൻ ഉപയോഗിക്കുന്ന പേപ്പറിന് വേണ്ടി വെട്ടുന്ന മരങ്ങൾ, അത് സത്യം പറഞ്ഞാൽ അതൊരു കൃഷിയാണ്. അതല്ലാതെ കണ്ട് ഒരു ഫോറസ്റ്റിൽ പോയി നമ്മൾ മരം വെട്ടുന്നതല്ല. അപ്പൊ ഇവർ ആദ്യം പ്രചരിപ്പിക്കുന്ന എന്താന്ന് പറഞ്ഞു, നിങ്ങൾ ഡീഫോറസ്റ്റേഷൻ ചെയ്യുന്നു, നിങ്ങൾ ഫോറസ്റ്റിനെ നശിപ്പിച്ച് അച്ചടിയെ പ്രോത്സാഹിപ്പിക്കും, വോട്ടും ഉണ്ടാവും. ഇത് ശുദ്ധ മണ്ടത്തരമാണ്. കാരണം നമ്മൾ ഒരു കാട്ടിൽ പോയി മരം വെട്ടി പേപ്പർ ഉണ്ടാക്കാൻ പറ്റില്ല. പേപ്പർ എന്ന് പറഞ്ഞാൽ കൃത്യമായ കൃഷിയാണ്. അപ്പോൾ നമ്മൾ നെല്ല് കൃഷി ചെയ്യുന്ന പോലെ, വാഴ കൃഷി ചെയ്യുന്ന പോലെ, ഏതൊരു ഭക്ഷണ സാധനം കൃഷി ചെയ്യുന്ന അതേപോലെ പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന കൃഷിയാണത്. അപ്പൊ ആ കൃഷിക്കായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള പ്ലാന്റേഷൻ ഉണ്ട്, അതിനായിട്ട് നമ്മൾ വളർത്തും. പിന്നെ ഇപ്പൊ IT AK പേപ്പർ, തമിഴ്നാട് ന്യൂസ് പ്രിന്റ്, അങ്ങനത്തെ ഏത് ആന്ധ്ര പേപ്പർ മിൽ, ആരോട് വേണ്ട നോക്കോളൂ, ഈ കഴിഞ്ഞ 20 കൊല്ലം കൊണ്ട് അവർ ഇംപ്രൂവ് ചെയ്ത ഈ ചതുപ്പ് നിലങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല. എത്രയോ ഹെക്ടറുകളോളം ചതുപ്പ് നിലങ്ങളാണ് അവർ നന്നാക്കിയെടുത്ത് അത് ഈ അച്ചടിയുടെ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാൻ വെച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതിനെ അച്ചടി കൃഷി എന്നാണ് പറയുന്നത്, ഇത് ഫാമിംഗ് ആണ്. ഇതിനെ വേറെ രീതി, അച്ചടിക്കാരനെ ഒരു കൃഷിക്കാരനോടാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ഈ കൃഷി നടത്തുന്ന ആളുകളെ നെഞ്ചത്തടിക്കുന്ന പോലെയാണ്. നമ്മൾ ഇവരെന്തുകൊണ്ട് നാളെ മുതൽ ഈ കരിമ്പും കൃഷി ചെയ്യരുത് എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? നമ്മൾ പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന കാടുകളെക്കാൾ 10 മടങ്ങാണ് കരിമ്പ്, അതായത് ശർക്കരയും പഞ്ചസാരയും ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കൃഷി ചെയ്യുന്ന കരിമ്പിൻ കാടുകൾ. ഈ കരിമ്പിൻ കാടുകൾ വെട്ടുമ്പോൾ ഉണ്ടാവാത്ത എന്ത് എൻവറോൺമെന്റൽ പ്രശ്നമാണ് ഈ കുറച്ച് ഹെക്ടറിൽ നമ്മൾ കൃഷി ചെയ്യുന്ന ഈ മരങ്ങൾ വെട്ടിയ ഉണ്ടാവുന്നത്? അത് മരം എന്ന് പറഞ്ഞാൽ ആ മരമല്ല. പിന്നെ നിങ്ങൾ ഇത് കഴിഞ്ഞ നോക്കൂ, കൃത്യമായിട്ട് ഡാറ്റ നോക്കൂ. ഇപ്പോ നാസ പബ്ലിഷ് ഗ്രീനറി, ഇന്ത്യയിൽ ഗ്രീനറി ഒരുപാട് ഇമ്പ്രൂവ് ആയി, പഴയ പോലത്തെ പോലെയല്ല. ഈ ഗ്രീനറി ഇമ്പ്രൂവ് ആയത് ഇതുപോലത്തെ ഒരുപാട്, നമ്മളെ ട്രഡീഷണൽ ഫോറസ്റ്റ് അല്ലെങ്കിലും ഇതെല്ലാം മരങ്ങളാണ്. ഈ മരങ്ങളും ഒരുപാട് ഓക്സിജൻ റിലീസ് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യും. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു കൃഷിയോട് ബന്ധപ്പെട്ട ലക്ഷക്കണക്കിന് കുടുംബങ്ങളുണ്ട്. ഈ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ അനുബന്ധപ്പെട്ട ആളുകളുണ്ട്, സ്കൂളുകളുണ്ട്, അതിനോടനുബന്ധമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥ ഉണ്ട്. അപ്പൊ ആ ആവാസ വ്യവസ്ഥയെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കൊണ്ടുവന്ന് തട്ടുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ അക്രമമാണ്, അത് ചെയ്യാൻ പാടില്ല. പിന്നെ അതിന് നമുക്കൊരു കമ്പാരിസൺ വേണമെങ്കിൽ ചെയ്തു നോക്കാം. ഞാൻ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ ഡീഫോറസ്റ്റേഷന്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ നമ്പർ 1 കാരണം അഗ്രികൾച്ചറാണ്. അഗ്രികൾച്ചറാണ് ഒരു 26% ഡീഫോറസ്റ്റേഷനുള്ള കാരണം. അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കില്ല. അത് കഴിഞ്ഞാൽ വരുന്നതാണ് കമേഴ്ഷ്യൽ ലോഗിങ്, അതായത് മരത്തിന്റെ ബിസിനസ് നമ്മുടെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ മൂന്നാമത്തെ ഡേഞ്ചറസ് ആയിട്ടുള്ളതാണ് മൈനിങ്. മൈനിങ് കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റ് പോകാനുള്ള ഒരു കാരണം പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്. പിന്നെ അർബനൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ, പിന്നെ ഈ ഡാമുകൾ നിർമ്മിക്കുന്നത്, റിസർവോയർസ് ഉണ്ടാക്കുന്നത്, ഈ വക കാര്യങ്ങളാണ് സത്യം പറഞ്ഞ മെയിൻ കാരണം. ചില ഈ ട്രഡീഷണൽ ഫോറസ്റ്റ് ചിലത് കുറയാൻ, അല്ലാതെ അച്ചടിക്കാരനോ പ്രിന്ററോ കാരണമല്ല.
ഒരു പ്രിന്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന CO2 ലെസ് ദാൻ 1% ആണ് ആൾ ഓവർ ദ വേൾഡ്, 0.9%. ഇന്ത്യയിൽ അത് അതിലും എത്രയോ കുറവായിരിക്കും, യാതൊരു സംശയവും ഇല്ല കാര്യത്തിൽ. പക്ഷെ ഈ കാര്യം എന്തുകൊണ്ടോ നമ്മുടെ എന്താ പറയാ സംസ്ഥാനം ഭരിക്കുന്നവരായാലും കേന്ദ്രം ഭരിക്കുന്നവരായാലും ഇവരെ കയ്യിൽ പോകുന്നില്ല. അപ്പൊ ഈ ഇൻഫർമേഷൻ നമ്മൾ കൃത്യമായിട്ട് എത്തിച്ചേ പറ്റൂ. പിന്നെ രണ്ടാമത് അവർ പറയുന്നത് ഇതിൽ നമ്മുടെ മനസ്സിൽ കുറെ മിത്തുകളുണ്ട് പേപ്പർ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ. അതായത് അതിൽ ആദ്യത്തേത് എന്ന് പറഞ്ഞാൽ ഈ പ്രിന്റും പേപ്പറും എന്ന് പറഞ്ഞാൽ ഭയങ്കര എൻവറോൺമെന്റൽ പ്രശ്നം, അത് വന്നു കഴിഞ്ഞാൽ ആകെ എൻവറോൺമെന്റ് മുഴുവൻ നശിക്കും എന്നുള്ള ഒരു തോന്നലാണ് ആദ്യത്തെ പോയിന്റ്. അപ്പൊ ആദ്യത്തെ പോയിന്റ് ഫോറസ്റ്റ് ഒക്കെ ഷ്രിങ്ക് ചെയ്യണമെന്ന്. പക്ഷെ ഫോറസ്റ്റ് ഷ്രിങ്ക് ചെയ്യണില്ല. ഇന്ത്യയിൽ നിങ്ങൾ നോക്കിക്കോളൂ, ചില സ്പെസിഫിക് സെഗ്മെന്റിലുള്ള ഫോറസ്റ്റ് കുറഞ്ഞിട്ടുണ്ട് ട്രഡീഷണൽ, പക്ഷെ ഓവറോൾ ഗ്രീനറി കൂടിയതാണ്. ഇപ്പൊ നിങ്ങൾ ഡൽഹിയിൽ വന്ന് നോക്കിയാൽ, ഡൽഹി ഒരു 50 കൊല്ലം മുമ്പത്തെ പിക്ചറും ഇന്നത്തെ പിക്ചറും ഒരു ഏരിയൽ പിക്ചർ എടുത്താൽ അവിടെ ഒരു 40% ഗ്രീനറി കൂടി. അതുമാത്രം മരങ്ങൾ വളർന്നു, ഗ്രീനറി കൂടി, എല്ലാവർക്കും ആ ഫീൽഡിലേക്ക് വന്നുപോയി. അപ്പോ ഓവറോൾ ഇത് ഒരിക്കലും കുറഞ്ഞിട്ടില്ല. അപ്പൊ ഫോറസ്റ്റ് ഷ്രിങ്കിങ് എന്നുള്ളത് ശരിയല്ല. അപ്പൊ യൂറോപ്പ് ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, കമൽജി നമസ്കാർ. നമസ്കാർ, വെൽക്കം. So I'll be speaking in local Malayalam. Okay. Yeah, I understand. That's good. It's better, sir. Yeah, thank you. അപ്പോൾ ഈ ഫോറസ്റ്റ് യൂറോപ്പിൽ ഞാൻ എൻ്റെ ഒരു ഡീറ്റെയിൽ എടുത്ത് നോക്കി. യൂറോപ്പിൽ അവർ പറഞ്ഞത് ഓരോ ദിവസം ഏകദേശം 1500 ഫുട്ബോൾ ഗ്രൗണ്ട് അത്രയും ഏരിയയാണ് ഫോറസ്റ്റിൽ ഇൻക്രീസ് ചെയ്യുന്നത്. അല്ലാണ്ട് ഫോറസ്റ്റ് ഡിക്രീസ് ചെയ്യല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. പക്ഷെ ഈ പ്രശ്നങ്ങൾ വരുന്നത് മെയിൻ ആയിട്ട് മൈനിങ്. ഈ മൈനിങ് ഒക്കെ നടത്തിയിട്ട് പർവ്വതങ്ങളെ നശിപ്പിച്ചിട്ടും അതിനോടനുബന്ധമായിട്ടുള്ള ഈ കാടുകൾ നശിപ്പിച്ചിട്ടും അവിടെയാണ് മെയിൻ ആയിട്ടുള്ള ഇഷ്യൂസ് വരുന്നത്. പിന്നെ പേപ്പറിന്റെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ പേപ്പറിൽ നമ്മൾ 82% ഫോറിനിൽ ഓൺ ആൻ ആവറേജ് 72% പൾപ്പ് നമ്മൾ റീസൈക്കിളബിൾ ആണ്. നമ്മൾ റീസൈക്കിൾ ചെയ്താണ് ഉപയോഗിക്കുന്നത്. പിന്നെ രണ്ടാമത് പേപ്പറിനെ പറ്റി കുറ്റം പറയുന്നത് പേപ്പർ കണ്ടമാനം വാട്ടർ കൺസംഷൻ ഉണ്ടെന്ന്. ഒരിക്കലും ഇല്ല. പേപ്പറിൽ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ 92% വെള്ളം നമ്മൾ റീസൈക്കിൾ ചെയ്ത് രണ്ടാമത് ഡ്രിങ്കബിൾ ക്വാളിറ്റി ആക്കും, അതല്ലെങ്കിൽ അഗ്രികൾച്ചറിന് ഉപയോഗിക്കുന്ന രീതിയിലാക്കും. അതാക്കിയതിന് ശേഷമാണ് ഈ വെള്ളം പുറത്തേക്ക് വിടുന്നത്. ഇപ്പൊ TNPL പോയി നോക്കിയാൽ കാണാം, ലോകത്തിലെ ആദ്യത്തെ സീറോ ലിക്വിഡ് ഡിസ്ചാർജ് യൂണിറ്റ് ആണ് നമ്മുടെ TNPL. തൊട്ടടുത്ത് കരൂർ കിടക്കുന്ന TNPL ZLD പ്രോജക്റ്റ് ഒരു ബഗാസി പ്ലാന്റിൽ ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തത് TNPL ആണ്. അപ്പൊ അവിടെ ഇത്രയും എൻവറോൺമെന്റൽ ഫ്രണ്ട്ലി ആണ്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മാനുകള്, പിന്നെ മുയലുകൾ എല്ലാം കാണാൻ അവിടെ നടക്കണം. അപ്പൊ 92% വെള്ളം നമ്മൾ റീസൈക്കിൾ ചെയ്യണം. അത് കഴിഞ്ഞ് ഒരു പേപ്പറിന് നമുക്കറിയാം മിനിമം 6% അതിൽ ഡാംപ്നെസ് വേണം, അതല്ലെങ്കിൽ പേപ്പർ ഫങ്ഷൻ ചെയ്യില്ല. 6% ഡാംപ്നെസ് പേപ്പറിൽ മസ്റ്റാണ് നമുക്ക്. അപ്പൊ ആ 6% വെള്ളം പേപ്പറിന്റെ ഒരു ഭാഗമാണ്. അത് റീസൈക്കിൾ ചെയ്യുന്ന സമയത്ത് അത് ഇവാപ്പറേറ്റ് ചെയ്ത് പോവും, അതല്ലെങ്കിൽ തിരിച്ചു പോവും. അതിനെ നമ്മൾ വേറെ രീതിയിൽ ഒന്നും ചെയ്യണില്ല. അപ്പൊ ആൾമോസ്റ്റ് 98% ഓഫ് വാട്ടർ യൂസ്ഡ് ഈസ് ഗോയിങ് ബാക്ക്. പക്ഷെ ഇന്ത്യയിൽ നമ്മൾ വേസ്റ്റ് ആക്കണ വെള്ളത്തിൽ ഏകദേശം 80% വരുന്നത് അഗ്രികൾച്ചറിലാണ്. അപ്പൊ ഈ മിത്ത് നമ്മൾ മനസ്സിൽ നിന്ന് പൊളിച്ചു കളയും. നമ്മളിത് കഴിയുമ്പോൾ ഗവൺമെന്റിനെ നമ്മൾ ആരെങ്കിലും മീറ്റ് ചെയ്യണമെങ്കിൽ ഈ പോയിന്റ്സ് ഒക്കെ കൃത്യമായിട്ട് പറയണം. പിന്നെ അവർ പറഞ്ഞ പേപ്പർ വേസ്റ്റ്ഫുൾ പ്രോഡക്റ്റ് ആണ്, അതുകൊണ്ട് ഒരു കാര്യമില്ല. പക്ഷെ പേപ്പറിനെ ഏറ്റവും കൂടുതൽ റീസൈക്കിൾ ചെയ്ത സാധനം. ഇപ്പൊ നാളെ മുതൽ എന്നെ സംബന്ധിച്ചിടത്തോളം പേപ്പർ എന്ന് പറഞ്ഞാൽ നാളെ മുതൽ നിങ്ങൾ അരിയാഹാരം കഴിക്കരുത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അത്രയും ഹാബിറ്റ് മാറണം. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അരി വേണ്ട എന്ന് തീരുമാനിച്ചാൽ അതേപോലെ തീരുമാനിക്കേണ്ട ഒരു ഐറ്റമാണ് പേപ്പർ. ആ പേപ്പർ ശരിക്കും എൻവറോൺമെന്റൽ ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും അന്തരീക്ഷത്തിനോ ആളുകൾക്കോ ഒന്നും വരില്ല. കാരണം ഈ റീസൈക്കിളബിലിറ്റി ഉള്ളത് കൊണ്ടും പിന്നെ അത് നമ്മൾ എത്രയോ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നത്. പിന്നെ ഈ ബൈ ചാൻസ് ബാക്കി പ്രോഡക്റ്റ് പോലെയല്ല. പേപ്പർ ഇൻ കേസ് നമ്മൾ വെളിയിൽ വലിച്ചെറിഞ്ഞു വിചാരിക്കുക, ആ വലിച്ചെറിഞ്ഞ പേപ്പർ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അത് പെട്ടെന്ന് മണ്ണായി മാറും. അതിന് മണ്ണിൽ അലിഞ്ഞു ചേരാൻ വേണ്ടിയിട്ട് അത്ര യാതൊരു ബുദ്ധിമുട്ടില്ല. വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് പേപ്പർ. അപ്പൊ നമ്മൾ അതിനെ കുറിച്ചിട്ട് യാതൊന്നും പരിഭ്രമിക്കേണ്ട വിഷയമില്ല. കാരണം പേപ്പർ നമ്മൾ ഉണ്ടാക്കുന്നത് റിന്യൂവബിൾ വുഡ് എന്നാണ്, റീസൈക്കിളബിൾ ആണ്.
ഇപ്പൊ റഷ്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് റഷ്യൻ പേപ്പർ നമ്മൾ ഇന്ത്യയിൽ വാങ്ങിക്കുന്നുണ്ട്, വരുന്നുണ്ട്. ഇപ്പൊ ITCയുടെ എത്രയോ 18,000 ഹെക്ടേഴ്സിൽ കൂടുതൽ അവർക്ക് പേപ്പർ പ്ലാന്റേഷൻസ് ഉണ്ട്. ആ പ്ലാന്റേഷൻസിൽ ഒരു സൈഡിൽ നിന്ന് വെട്ടി വെട്ടി മറ്റേ സൈഡിൽ എത്തുമ്പോഴേക്കും ഇവിടെ വീണ്ടും വെട്ടാറാവും. അല്ലാണ്ട് കാട്ടിൽ പോയിട്ടല്ല മരം വെട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ വാഴപ്പഴം കഴിക്കരുത്. കാരണം എത്രയോ വാഴയാണ് നമ്മൾ വെട്ടി നശിപ്പിക്കുന്നത്, എത്ര ഗ്രീനറി നമ്മൾ നശിപ്പിക്കുന്നു, എത്ര എത്ര ഈ എന്താ പറയുക ഈ കരിമ്പും കാടുകള്, വാഴക്കാടുകള്, അതിൻ്റെയൊക്കെ ഏക്കർ നോക്കിക്കഴിഞ്ഞാൽ ഈ പേപ്പർ ഉണ്ടാക്കുന്ന കാടുകൾ ഒന്നുമല്ല. പക്ഷെ അതിനെപ്പറ്റി ആർക്കും ഒരു ബോധറേഷനും ഇല്ല. എല്ലാവർക്കും പറയേണ്ടത് ഇത് മാത്രം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ ഈ രീതിയിൽ തന്നെ നമ്മൾ അതിനെ ആൻസർ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിന്റ്. അപ്പോൾ ഈ നമ്മൾ ന്യൂസ് പ്രിന്റ് നോക്കൂ. ഇന്നത്തെ ന്യൂസ് പ്രിന്റ് 6% നമുക്ക് 6 തവണ റീസൈക്കിൾ ചെയ്യാം. കാരണം 6 തവണ ആകുമ്പോഴേക്കും അതിന്റെ ഫൈബർ ലെങ്ത് കുറയും, ഷോർട്ട് ഫൈബർ ആവും. അപ്പൊ ഷോർട്ട് ഫൈബർ ആകുമ്പോൾ അവിടുന്ന് അങ്ങോട്ട് നമുക്ക് പിന്നെ രണ്ടാമത് റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല. എന്നാലും ആലോചിച്ച് നോക്കൂ, ഒരു പ്രോഡക്റ്റ് 6 തവണ റീസൈക്കിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണ്. അപ്പോൾ ഇതിനെ മാത്രം എൻവറോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒന്നുമില്ല. പിന്നെ ഇന്നിപ്പോ ഇന്ത്യയിൽ നിലനിൽക്കുന്ന എല്ലാ പേപ്പർ മില്ലുകളും PFC സർട്ടിഫൈഡ് ആണ്. നിങ്ങൾ നോക്കിക്കോളൂ, അതെല്ലാം ഈ ഫോറസ്ട്രി സ്റ്റുവാർഡ്ഷിപ്പ് സർട്ടിഫൈ ചെയ്ത് അവര് കാർബൺ ഓഫ്സെറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് അവർ പോണത്. അതല്ലാതെ കണ്ട് വെറുതെ പോണതല്ല. അപ്പോ പിന്നെ പിന്നെ ആളുകൾ പറയും നിങ്ങൾ ഫുൾ ടൈം 100% റീസൈക്കിൾ ചെയ്യണം. 100% റീസൈക്കിൾ ചെയ്യാൻ ഒരു സാധനവും പറ്റില്ല. കാരണം അത് ഐൻസ്റ്റൈൻ്റെ തിയറിക്ക് അഗൈൻസ്റ്റ് ആവും. കാരണം നിങ്ങൾക്ക് എനർജിയെ കൺവേർട്ട് ചെയ്യാം, പക്ഷെ ആ കൺവേർട്ട് ചെയ്യുമ്പോൾ അതിലൊരു ലോസ് വരും. ആ ലോസ് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്തേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് മാക്സിമം എത്ര റീസൈക്കിൾ ചെയ്യാൻ പറ്റുമോ അത്രയും പേപ്പർ ഇൻഡസ്ട്രി റീസൈക്കിൾ ചെയ്യുന്നുണ്ട്. പേപ്പർ ഇൻഡസ്ട്രി നമ്മുടെ പ്രിന്റ് ഇൻഡസ്ട്രിയും റീസൈക്കിൾ ചെയ്യുന്ന അത്ര മറ്റു ഒരു ഇൻഡസ്ട്രിയും റീസൈക്കിൾ ചെയ്യുന്നില്ല. പിന്നെ ഈ ഗ്രീൻ ഹൗസ് എമിഷനെ പറ്റി പറയും. പേപ്പർ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഗ്രീൻ ഹൗസ് എമിഷൻസ് ഉണ്ട്, അതാണ് ഇതാണ്. അത് ഭയങ്കരമായിട്ടുള്ള തെറ്റിദ്ധാരണയാണ്. കാരണം ഇപ്പൊ നോക്കൂ, വേൾഡിന്റെ പെർ ക്യാപിറ്റ പേപ്പർ കൺസംഷൻ, ഒരു ആവറേജ് ഒരാൾ എത്ര പേപ്പർ കൺസ്യൂം ചെയ്യും നോക്കിക്കഴിഞ്ഞാൽ വേൾഡിന്റെ ആവറേജ് 57 കിലോ ഉണ്ട് ഇന്നത്തെ ലെവലിൽ. ജപ്പാനിൽ പോയാൽ 300 kg ആണ്, US-ലും അറൌണ്ട് 300 and something, യൂറോപ്പില് 125 kg ആണ് ഒരാൾ കൺസ്യൂം ചെയ്യണ പേപ്പർ. അത് ഇന്ത്യയില് 2020 നമ്മൾ ഏകദേശം 13.5 kg എത്തിയിരുന്നു. 13.5 kg ആണ് നമ്മൾ ഓരോരുത്തരും കൺസ്യൂം ചെയ്യുന്നുണ്ട്. എന്ത് ഈ പേപ്പർ കൺസ്യൂം. അത് എന്തുകൊണ്ട് ഞാൻ ആ ഫിഗർ എടുക്കണമെന്ന് പറഞ്ഞാല് ഇതില് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ട്. ഇപ്പൊ നമ്മള് യൂറോപ്പിൽ ഒരു ആവറേജ് ആള് 125 kg കൺസ്യൂം ചെയ്യുമ്പോൾ അയാള് ഒരു യൂറോപ്യൻ കാറ് 500 മൈൽ ഡ്രൈവ് ചെയ്താൽ അതിൻ്റെ ഉള്ളിൽ അയാൾ എത്ര CO2 പ്രൊഡ്യൂസ് ചെയ്യണു അതിന് ഈക്വലന്റ് ആണ് അത്. ഇന്ത്യയിൽ നിങ്ങൾ നിങ്ങളുടെ കാറ് 125 കിലോമീറ്റർ പെട്രോളോ ഡീസലോ വെച്ച് ഓടിച്ചു കഴിയുമ്പോൾ ആ സമയം കൊണ്ട് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം, നിങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ള CO2 എത്ര ഉണ്ടാക്കിയോ അത്രയാണ് ഒരു വർഷം കൊണ്ട് നിങ്ങൾ പേപ്പർ കൊണ്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഓരോ മനുഷ്യനും ഓരോ ദിവസം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 125 കിലോമീറ്റർ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണ CO2 മാത്രമാണ് ഒരു കൊല്ലത്തെ പേപ്പർ കൺസംഷൻ കൊണ്ട് ഒരു ആവറേജ് ഇന്ത്യൻ CO2 പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്ത് മണ്ടത്തരമാണ് ഈ പറഞ്ഞതെന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ നമുക്ക് അതിനെ വ്യക്തമായിട്ട് നമ്മൾ ഈ രീതിയിൽ ഖണ്ഡിക്കുക തന്നെ വേണം. പിന്നെ ഈ ഇന്ത്യയിൽ നോക്കും, നമ്മൾ വേൾഡ് പോപ്പുലേഷന്റെ 18% ഇന്ത്യൻസ് റെപ്രസെന്റ് ചെയ്യുന്നത്. വേൾഡിലെ ഫ്രഷ് വാട്ടർ, ഏറ്റവും നല്ല വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൽ 4% ഇന്ത്യയിലുള്ളൂ. ഈ 4% വെള്ളത്തിലെ 80% ഉപയോഗിക്കുന്നത് അഗ്രികൾച്ചറിലാണ്. ബാക്കിയുള്ളത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന്, ഇതിൽ ആൾമോസ്റ്റ് 1% കൂടി നമ്മൾ പേപ്പർ ഇൻഡസ്ട്രിക്ക് വേണ്ടി ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഈ ഗവൺമെന്റ് എന്തടിസ്ഥാനത്തില് എന്ത് ബേസിലാണ് ഈ നമ്മൾ നാളെ മുതൽ പേപ്പർ പ്രിന്റിങ് നിർത്തിയിട്ട് എല്ലാവരും ഈ ഇലക്ട്രോണിക്സിലേക്ക് പോവാന്ന് പറഞ്ഞത് എന്നുള്ളതിന്റെ അവസ്ഥ മനസ്സിലാണ്. ഇത് ഞാൻ പേപ്പറിന്റെ സൈഡ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഈ വേസ്റ്റിനെ പറ്റി സംസാരിക്കാനാണെങ്കിൽ അത് മണിക്കൂറുകളോളം പറയേണ്ടി വരും. അതുകൊണ്ട് അതിലേക്ക് അധികം മെനക്കെടുന്നില്ല. പക്ഷെ കുറച്ച് പോയിന്റ്സ് ഞാൻ അതിൽ പറയാം. അതായത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഇന്റർനെറ്റ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ, ഇതെല്ലാം ഇന്റർനെറ്റിന്റെ എനർജി കൺസംഷൻ നമ്മുടെ ടോട്ടൽ ഏവിയേഷൻ ഇൻഡസ്ട്രിയുടെ 15 ടൈംസ് കൂടുതലാണ്. ആലോചിച്ച് നോക്കൂ, നമ്മൾ കൺസ്യൂം ചെയ്യണ എനർജി
ടോട്ടൽ ഏവിയേഷൻ ഇൻഡസ്ട്രി 15 സമയം കൂടുതലാണ്. പിന്നെ ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പഴയ, ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിനുള്ളിൽ എത്ര തവണ നിങ്ങൾ മൊബൈൽ മാറ്റിയിട്ടുണ്ടാവും ഓരോരുത്തരും. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ മൊബൈൽ ഇന്ന് എവിടെയാണെന്ന് ചിന്തിച്ചു നോക്കൂ. ഒരാൾക്കും അറിയുന്നുണ്ടാവില്ല. ആർക്കോ കൊടുത്തു, എവിടെ ഇട്ടു, ഇത്രേ നമുക്ക് അറിയൂ അതിനെ പറ്റിയിട്ട്. സത്യസന്ധമായിട്ട് നിങ്ങൾ ടച്ച് യുവർ ഹാർട്ട് ആൻഡ് ആസ്ക് യുവർ സെൽഫ്. അപ്പൊ നമുക്ക് മനസ്സിലാവും, അയ്യോ ഈ മൊബൈൽ ഞാൻ എവിടെ ഇട്ടു, എവിടെ ഡംപ് ചെയ്തു. ഇതിന്റെ ഉള്ളിലുള്ള ഈ മൊബൈലിലും ഈ IC-യുടെ ഉള്ളിലുള്ളതും മറ്റേ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലുള്ളതും ലാപ്ടോപ്പിന്റെ ഉള്ളിലുള്ളതുമായിട്ടുള്ള ഒരുപാട് മെറ്റൽസും മിനറൽസും, ഈ ഇറിഡിയം, പിന്നെ ഈ എന്താ പറയാ, ഈ ലെഡ്, ടിന്ന്, ആന്റിമണി, ഇറിഡിയം, പ്ലൂട്ടോണിയം, ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് എല്ലാത്തിൻ്റെയും പേര് പറയുന്നത്, പക്ഷെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് മെറ്റൽസ് ഉണ്ട്. ഈ മെറ്റൽസിനെ എങ്ങനെ റീകളക്ട് ചെയ്യണം, എങ്ങനെ റീസൈക്കിൾ ചെയ്യണം, അതിനൊരു മെത്തേഡ് ഒന്നും നിലവിലില്ല ഒന്നാമത്. അപ്പൊ അതിന് സയന്റിഫിക് ആയിട്ടൊരു വഴിയൊക്കെ കണ്ടുപിടിച്ച് ഒഴിവാക്കുന്ന കാലം വന്നാൽ നമ്മൾ ഇതിനെതിരല്ല, നമ്മൾ ഒരിക്കലും പ്രോഗ്രസിനെതിരല്ല. കാരണം ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. ലോകം 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ വരികയാണ്. അപ്പോൾ എന്താ പറയുക, സിസ്റ്റംസ് ഒക്കെ മാറും, നമ്മുടെ ഫങ്ഷൻ ചെയ്യുന്ന സിസ്റ്റംസ് എല്ലാം മാറും. അപ്പോൾ മാറുമ്പോൾ അതിൽ ഈ സൈബർ ഫിസിക്കൽ സിസ്റ്റം, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് നമുക്കെല്ലാം അബ്സോർബ് ചെയ്യേണ്ടി വരും. അതിന് ഒരു സംശയമില്ല, അഡോപ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ആ അഡോപ്റ്റ് ചെയ്യണതിനും ആ ട്രാൻസിഷൻ സ്മൂത്ത് ആയിരിക്കണം. ഒരു നിലനിൽക്കുന്ന വ്യവസ്ഥയെ നശിപ്പിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റില്ല. പിന്നെ നിലനിൽക്കുന്ന വ്യവസ്ഥകളിൽ നമുക്ക് നമ്മുടെ ഭാഗമായി കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ തീർച്ചയായും കൂടെ കൈ പിടിക്കണം. അതുകൊണ്ടാണ് നമ്മൾ 500 കൊല്ലം മുമ്പ് ഉപയോഗിച്ച ഒരു വാഴയുടെ ഇല ഇന്നും നമ്മൾ ഉപയോഗിക്കും ഭക്ഷണം കഴിക്കുന്ന സമയത്ത്. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞ ഒരു പ്ലേറ്റ് മാറ്റി വെക്കാൻ പറ്റാത്തതുകൊണ്ടല്ല. അതിന്റെ കാരണം അത് അതിൻ്റെതായ ഉപയോഗമുണ്ട്. വല്ലാണ്ട് വാഴ അല്ലെങ്കിൽ വാഴയുടെ ഇല വെട്ടി ഗ്രീനറി നശിപ്പിക്കുന്നത് നമ്മൾ പറയില്ല. അപ്പൊ അതേപോലെ ഈ ഭക്ഷണം കഴിക്കുന്ന പോലെ, അരി കൃഷി ചെയ്യുന്ന പോലെ, വാഴ കൃഷി ചെയ്യുന്ന പോലുള്ളൊരു കൃഷിയാണ് ഈ പേപ്പർ. അതിനെ നമ്മൾ ആ രീതിയിൽ മാത്രമേ കാണൂ. അപ്പൊ ഈ വേസ്റ്റ് വെറും വേസ്റ്റ് മാത്രമല്ല, ഈ നമ്മളൊക്കെ വീടുകളിൽ ഇപ്പൊ നോക്കിക്കാണും, കുട്ടികളൊക്കെ തന്നെ, കുട്ടികളുടെ മാനസികാവസ്ഥയെ വരെ ഇത് ബാധിച്ചടങ്ങി. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ലാസ്റ്റ് ഇയറിൽ ഈ അമേരിക്കൻസും ചൈനീസും ഒരു സ്റ്റഡി നടത്തിയിരുന്നു. പ്രോബ്ലി Kamalji will tell you in detail about it because he has the number about it. I am just talking about the study what they conducted with iPad and other things in China, for study purpose, and they found printed books are always better. Maybe he will touch upon that. അപ്പോൾ അവിടെ അവർ സ്റ്റഡി നടത്തിയിട്ട് അവർ കണ്ടത് എന്താന്ന് പറഞ്ഞാൽ, ഈ കുട്ടികൾക്കൊക്കെ പാഠപുസ്തകം മാറ്റി ഐപാഡ് കൊടുത്ത് സ്റ്റഡി നടത്തി 4 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ ചെറുക്കന്മാരൊക്കെ വളരെ പുറകോട്ട് പോയി. കാരണം ഒരു പ്രിന്റഡ് ആയിട്ടുള്ള പുസ്തകം പഠിക്കുമ്പോൾ റീഡിങ്, അനലൈസിങ് ആൻഡ് രജിസ്റ്ററിങ് എന്നുള്ളതൊരു പ്രോസസ്സാണ്. അത് ബ്രെയിനിൽ നടക്കുന്നതാണ്. അപ്പൊ ആ ബ്രെയിനിൽ ആ പ്രോസസ്സ് നടക്കുന്നിടത്തോളം കാലം, നമ്മൾ മനുഷ്യന്മാർ ഈ രീതിയിൽ മനുഷ്യനായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം ഈ അച്ചടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, വായു, അച്ചടി, ഈ എൻ്റെ കണക്കിൽ ഇത് നമ്മുടെ ഒരു ഭാഗവാക്കാണ്. നമുക്ക് അച്ചടിയോ ഒരു പേനയോ ഒരു പെൻസിലോ പേപ്പറോ പ്രിന്റോ ഇല്ലാത്ത ഒരു ലോകം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എന്തുകൊണ്ട് ഇതിനെ ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ള 100% ഉറപ്പ് പാക്കേജിങ് ഇൻഡസ്ട്രി. കാരണം പാക്കേജിങ് ഇൻഡസ്ട്രി ഒരു ഫിസിക്കൽ പ്രോഡക്റ്റിനെ നമുക്ക് കണ്ടെയ്ൻ ചെയ്യേണ്ട സാധനമാണ്. ആ സമയത്ത് ഡിജിറ്റൽ വാൾ ഉണ്ടാക്കിയിട്ട് ക്യാരി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയും നമുക്ക് പാക്കേജിങ് ഇൻഡസ്ട്രിയും ഈ പ്രിന്റിംഗ് ഇൻഡസ്ട്രിയും നിലനിർത്തേണ്ടി വരും. മാൻകൈൻഡ് ഈ രീതിയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം അത് നിലനിർത്തേണ്ടി വരും. അപ്പൊ എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ ഇന്ന് പറയാനുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സർക്കാർ ചെയ്തിട്ടുള്ള ഈ 2 നിയമങ്ങളും അതിനെ ഫോളോ ചെയ്തിട്ടുള്ള ആളുകൾ, അത് വളരെ തെറ്റാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് എത്രയും വേഗം അവർ പിന്തിരിഞ്ഞിട്ട് സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് എൻവറോൺമെന്റൽ ഫ്രണ്ട്ലി ആണ് അവരുടെ മനസ്സിലുള്ള ആഗ്രഹമെങ്കിൽ എല്ലാവരോടും പറയണം നാളെ മുതൽ പ്രിന്റ് ചെയ്യും. അവർ പറഞ്ഞത് ഡോണ്ട് യൂസ് എ മൊബൈൽ എന്നാ പറഞ്ഞു വെച്ചാൽ അതിൽ പിന്നെയും എൻവറോൺമെന്റൽ ഫ്രണ്ട്ലി ആണെന്ന് മനസ്സിലാക്കാം. ഞാൻ കഴിഞ്ഞ 15 വർഷമായിട്ട് എൻ്റെ ഇമെയിലിന്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പല സ്ഥലത്തും എഴുതിയിട്ടുണ്ടാവും പ്ലീസ് ഡോണ്ട് ടേക്ക് ദ പ്രിന്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ എഴുതിയിട്ടുള്ളത് പ്ലീസ് ടേക്ക് എ പ്രിന്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ട്. കാരണം അങ്ങനെ ഒരു പേപ്പർ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരു അച്ചടി കർഷകനെ സഹായിക്കാൻ പറ്റും, ഒരാൾക്ക് ജോലി കിട്ടും. പിന്നെ ഈ അച്ചടി ഫാമിംഗ്, ഈ ഫാമിങ്ങിൽ ഉൾപ്പെട്ടിട്ടുള്ള ലക്ഷക്കണക്കിന് കൃഷിക്കാരൊക്കെ ഒരു ജോലി കിട്ടും.
അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ ഒരു മൂവ്മെന്റ് തുടങ്ങണം. അതായത് ഈ ഈ ഈ ഡിജിറ്റൽ വേൾഡ് ആണ് എൻവറോൺമെന്റൽ ഫ്രണ്ട്ലി എന്നുള്ള ആ ഒരു ചിന്താഗതി മാറ്റിച്ചിട്ട് ഡിജിറ്റലല്ല അച്ചടിയാണ് എൻവറോൺമെന്റൽ ഫ്രണ്ട്ലി എന്നുള്ളത് നമ്മൾ കിട്ടുന്ന എല്ലാ സന്ദർഭങ്ങളിലും ആളുകളോടും പറഞ്ഞുകൊണ്ടിരിക്കും. അത് സത്യമാണ്, നമുക്ക് പ്രൂവ് ചെയ്യാം, എവിടെ വേണേ പ്രൂവ് ചെയ്യാം. ഞാൻ എവിടെ വേണേ വരാൻ, എൻ്റെ കയ്യിൽ ഡാറ്റാസും ഉണ്ട്, അത് ഫുൾ ഞാൻ കാണിച്ചിട്ടില്ല. പക്ഷേ കാരണം ഇങ്ങനെ ഒരു ഫോറത്തിൽ അത് ഫുൾ കാണിച്ച് എഫക്റ്റീവായിട്ട് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അതല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും നമ്പർ ഉണ്ട്, സത്യസന്ധമായിട്ടുള്ള വാലിഡേറ്റ് ചെയ്ത ഡാറ്റ കയ്യിലുണ്ട്. അപ്പൊ ഈ ഡാറ്റ നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ അച്ചടി സംരക്ഷണ വാരത്തില് നമ്മൾ കൃത്യമായിട്ട് അധികാരികളെ ബോധ്യപ്പെടുത്തണം. അച്ചടിയാണ് ഈ നമ്മുടെ പ്രകൃതിക്ക് പറ്റിയ ഏറ്റവും നല്ല പരിപാടി. അതുകൊണ്ട് എത്രമാത്രം ഡിജിറ്റൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ അവിടെയൊക്കെ ഒഴിവാക്കണം. ഉപയോഗിക്കേണ്ടതെന്നല്ല, ഉപയോഗിക്കാം, അച്ചടിയെ കൂടെ കൊണ്ടുപോകണം. കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പ്രകൃതിയോടും ആളുകളോടും ഇതിനോട് ബന്ധപ്പെട്ട തൊഴിലാളികളോടും ആ എന്റർപ്രണേഴ്സിനോടും നമുക്ക് ഭയങ്കരമായിട്ട് ജസ്റ്റിസ് ചെയ്യാൻ പറ്റും. അല്ലാതെ കണ്ട് ഒരു സുപ്രഭാതത്തിൽ സ്വിച്ച് ഇട്ട പോലെ ഒരു ദിവസം ഒരു ഓർഡർ കൊടുന്ന് നാളെ മുതൽ അഞ്ചടിക്കണ്ട, ആ പറഞ്ഞത് ശരിയല്ലല്ലോ. നമ്മളൊക്കെ മുണ്ടുടുത്ത് നടന്നിരുന്ന പാൻറ് ഇട്ടത് ഒരു ദിവസം ഇട്ടതല്ല, അത് പതുക്കെ അതിനൊരു പ്രിപ്പറേഷൻ ഉണ്ട്. കാലുമ്പിൽ ചെരുപ്പിട്ടത് പോലും ഒരു ദിവസം പെട്ടെന്ന് ഇട്ടതല്ല, അതൊരു ഫോറിൻ ബോഡി ആയിരുന്നു, പിന്നെ പതുക്കെയാണ് ആക്സെപ്റ്റ് ആയത് ശരീരത്തിൽ. അതേപോലെ ഈ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഉത്തരവാദിത്ത ബോധമുള്ള ഇത് ഭരണകർത്താക്കളാണെങ്കിലും ഈ ട്രാൻസിഷൻ സ്മൂത്ത് ആയിരിക്കണം. ആ ട്രാൻസിഷൻ ചെയ്യുന്നത് അറിയാൻ പാടില്ല. സൊസൈറ്റി, അവിടെയുള്ള ബിസിനസ്, അവിടെയുള്ള ഈക്കോസിസ്റ്റം, ആ ഈക്കോസിസ്റ്റത്തിനെ ബാധിക്കാത്ത രീതിക്കണം ഒരു ടെക്നോളജി ട്രാൻസിഷൻ നടത്തണം. അല്ലാതെ കണ്ട് എക്സിസ്റ്റിംഗ് ഈക്കോസിസ്റ്റത്തിനെ നശിപ്പിച്ചിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വേറൊരു ദ്വീപിലേക്ക് ജമ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ ഇത് ഈ കേരള പിറവി ദിവസത്തിൽ തന്നെ ഇങ്ങനെ ഒരു മഹത്തായ കർമ്മം, കാരണം ഇതിലും വലിയ ഒരു കാര്യം നമുക്കൊന്നും ചെയ്യാനില്ല ഇനി വരാൻ പോണ വർഷം. കാരണം പോസ്റ്റ് കോവിഡ് ഇറയിൽ നമുക്ക് ഇത് കൂടുതൽ ടഫായി കൊണ്ടിരിക്കും. ആ ടഫായിട്ടുള്ള സമയത്ത് നമ്മൾ അതിൻ്റെ ശാസ്ത്രീയമായ കാരണങ്ങൾ സഹിതം വിവരിച്ചിട്ട് നമ്മൾ അച്ചടി മേഖലയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കുമുണ്ട്. അപ്പൊ ഈ ഒരു പരിപാടിയിൽ സംസാരിക്കാൻ കുറച്ച് സമയം എനിക്കും തന്ന നിങ്ങളോട് എല്ലാവരോടും ആകമഴിഞ്ഞ നന്ദി. എത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം ഇതൊക്കെ എവിടെയെങ്കിലും ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച് ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അതുകൊണ്ട് എന്നെ വളരെ ക്ഷമാപൂർവം ശ്രവിച്ച ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അച്ചടി സംരക്ഷണ വാരം ആഘോഷിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വളരെ നന്ദി അനായത്ത് സാർ. ഒരു ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് നമുക്ക് ഈ ചടങ്ങിന് ഉദ്ഘാടനം ചെയ്തതായിട്ട്.